ഹായ് ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഇതാണ് നമ്മളെ കാറിലെ AC ഫിൽട്ടർ. ഇതിൻ്റെ ഒരു അവസ്ഥ നോക്കി നിങ്ങൾ, എന്താ ബ്ലോക്ക്, ഫുൾ ബ്ലോക്കാണിത്, ഭയങ്കര ഡസ്റ്റ്. ഇത്രയും ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് എയർ ഫ്ലോ ഭയങ്കര കുറവായിരിക്കും, ശരിക്കുള്ള ഒരു എയർ ഫ്ലോ നമുക്ക് കിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഡസ്റ്റ് നമ്മൾ AC യൂണിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ AC യൂണിറ്റ് കൂളിംഗ് കോയിൽ എന്ന് പറയും നമ്മൾ, അതായത് വാഹനത്തിലേക്ക് തണുപ്പ് തരുന്ന ആ ഒരു യൂണിറ്റ്, ആ യൂണിറ്റ് ബ്ലോക്ക് ആവാനും നമ്മളത് ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ മൊത്തം ഒരു കൂളിംഗ് തരാത്തൊരവസ്ഥയിലേക്ക് വരും. പിന്നെ ഡാഷ്ബോർഡ്, കൂളിംഗ് കോയിൽ, അങ്ങനത്തെ ഒരുപാട് വർക്കുകൾ ചെയ്യേണ്ടി വരും. അതിന് ഏകദേശം ഒരു 6000-7000 രൂപ വരെ നമുക്ക് എക്സ്പെൻസാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഈ AC ഫിൽറ്റർ മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിന് നമുക്കും പ്രശ്നമില്ല. നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി, അതുപോലെ തന്നെ ആസ്മ, അങ്ങനത്തെ രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഈ AC ഫിൽറ്റർ മാറുക കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അപ്പോൾ നമ്മളെ സർവീസ് സെൻറ്ററോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരൊക്കെ നമ്മളോട് ഇത് മാറ്റാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇത് മാറ്റുക കേട്ടോ.